ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 വിഷുഫലമായിട്ടാണ് ഞാൻ വന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജ്യോതിഷ വിധി പ്രകാരം പറയുന്ന ആയുസ് 120 വർഷമാണ് മനുഷ്യന്റെ ആനയുടെ. പക്ഷേ നമുക്ക് പലപ്പോഴും അത്ര ഒരു ആയുസ്സിലേക്ക് എത്താൻ പറ്റുന്നില്ല. നമ്മൾ ചെറിയ ദോഷങ്ങൾ, നമുക്ക് വരുന്ന ജീവിതശൈലി രോഗങ്ങൾ, പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടും, ചില ആയുസ്സുകൾ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ എന്തെങ്കിലും ആരോഗ്യങ്ങളെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ മന്ത്രത്തിൻ്റെയും വഴിപാടുകളുടെയും പുറകെ പോകാതെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉടൻ തന്നെ നമ്മൾ ഡോക്ടറെ പോയി കാണിക്കണം, നമ്മൾ മരുന്ന് മേടിച്ച് നമ്മൾ മരുന്ന് കഴിക്കണം. ഒപ്പം തന്നെ നമ്മുടെ ഭരണി നക്ഷത്രത്തിലെ ഫലങ്ങൾ പറയാം. അപ്പോൾ ഭരണി നക്ഷത്രം 2024 വിഷു ഫലം. 2024 മേടമാസം തൊട്ട് ഭരണി നക്ഷത്രത്തെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ നിന്നും കടബാധ്യതയിൽ നിന്നൊരു മുക്തി തീർച്ചയായിട്ടും നമുക്ക് ഈശ്വരൻ തരുന്നതായിരിക്കും. കടബാധ്യത, അതായത് എത്ര കടം മേടിച്ചാലും നമുക്ക് മേടമാസം ആകുമ്പോൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക ലാഭം, ഒപ്പം തന്നെ പുതിയ കടം മേടിക്കാനിരിക്കാനുള്ള രീതികളും സാമ്പത്തികവും ഒക്കെ നമുക്ക് അനുകൂലമാകുന്ന ഒരു മാസമാണ് മേടമാസം. നിലവിൽ ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മേടമാസം തീരുന്നപ്പം അത് ഒഴിഞ്ഞു പോകും ആ ദോഷങ്ങൾ. ഒപ്പം തന്നെ പുതിയ കടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കും. സാമ്പത്തിക ലാഭം അവരെ തേടി വരുന്നത്. സാമ്പത്തിക ലാഭം തേടി വരുന്നത് നമ്മൾ ജോലിക്ക് പോകുന്ന പൈസ നമുക്ക് നഷ്ടങ്ങൾ കൂടാതെ നമ്മുടെ കയ്യിലിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് 10,000 രൂപ സാലറി ഉണ്ടെങ്കിൽ ആ പൈസ കിട്ടുന്ന സമയത്ത് അനാവശ്യമായ നഷ്ടങ്ങൾ നമുക്കുണ്ടാകത്തില്ല. ഉദാഹരണത്തിന് വീട്ടുകാര്യങ്ങൾ, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക, ഇല്ലെങ്കിൽ ആ പൈസ വരുമ്പോൾ 100 കൂട്ടം പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മേടമാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ സാമ്പത്തികം നമ്മുടെ കയ്യിലൊതുങ്ങും. അപ്പം തന്നെ നമുക്ക് കടങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഒപ്പം തന്നെ സാമ്പത്തിക ലാഭം മേടമാസം അശ്വതി നക്ഷത്രക്കാർക്ക് ഭരണി നക്ഷത്രക്കാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഇടവമാസത്തിൽ ഭരണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് രോഗങ്ങൾ കൂടാനിടയുണ്ട്. അതായത് ചെറിയ അസുഖങ്ങൾ വന്നാലും കാണിക്കാതിരിക്കരുത്. ഇടവമാസത്തിൽ ഭരണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിൽ അസുഖങ്ങളുള്ള ഭരണി നക്ഷത്രക്കാരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് എരിക്കിൻ്റെ പൂ കൊണ്ട് അഹോര മന്ത്ര അർച്ചനയോ ജലധാരയോ ചെയ്യുക. ഒപ്പം തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി തുളസിമാല ചെയ്യുക. അപ്പോൾ നിലവിലെ രോഗങ്ങളുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ഈ അസുഖങ്ങളിൽ നിന്ന് മാറി ഇടവമാസം അനുകൂലമാകാൻ വേണ്ടിയാണ് ഈ പറയുന്ന വഴിപാടുകൾ ചെയ്യാൻ പറയുന്നത്. അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സ്വയം ചികിത്സിക്കാതെ, വഴിപാടിൻ്റെയും മന്ത്രത്തിൻ്റെയും പുറകെ പോകാതെ ഡോക്ടറെ പോയി കാണുക. ഡോക്ടറെ പോയി കാണാതെ അസുഖം മാറില്ല. അത് പ്രത്യേകം ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കാം. ഒപ്പം തന്നെ മിഥുനമാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് സന്തോഷിക്കാം. നിലവിലുള്ള ശത്രുദോഷങ്ങളൊക്കെ മാറി 6ാം ഭാവാധിപൻ ബലത്തോട് ഇന്ന് ശത്രുനാശകനാണ്. അതായത് നമുക്ക് എത്ര ശത്രുദോഷം ഉണ്ടെങ്കിലും ആ ശത്രുദോഷമൊക്കെ മാറി നമുക്ക് മിഥുനമാസം ആകുമ്പോഴത്തെ കാര്യങ്ങൾക്ക് സ്പീഡപ്പ് ആകും. അതായത് ഉദാഹരണത്തിന് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ തലവേദന, ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് തലവേദന, നമ്മൾ എവിടെയെങ്കിലും ഒരുങ്ങി പോകുമ്പോൾ ആൾക്കാരുടെ പ്രാക്കടിക്കുക, നമുക്ക് വീട്ടിൽ വരുമ്പോൾ വീട്ടുകാരോടൊക്കെ ഒരു ദേഷ്യം, നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകത്തില്ല. അപ്പം മിഥുനമാസം ശത്രുദോഷം മാറി നമുക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും കൂട്ടുകാർ കൂടുവാനും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മാസമാണ് മിഥുനമാസം. ഒപ്പം തന്നെ ഇതിൻ്റെ ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ചോറ്റാനിക്കരയിലോ ഇല്ലെങ്കിൽ അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും മിഥുനമാസം. അപ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങളും കാര്യങ്ങളും നെഗറ്റീവ് ചിന്താമണ്ഡലം മാറി ഭരണി നക്ഷത്രക്കാരെ പോസിറ്റീവ് ആക്കാൻ പറ്റി ഈ 2 ക്ഷേത്രത്തിലും കയറുമ്പോഴത്തേക്ക്. പിന്നെ നമ്മുടെ ഉപാസനമൂർത്തിയെ ഞാൻ പറഞ്ഞില്ല, ഈ ഭരണി നക്ഷത്രക്കാർ ഏതെങ്കിലും ഉപാസനമൂർത്തിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ആ ഉപാസനമൂർത്തിയോട് മാത്രം പറയുക. മറ്റുള്ള വഴിപാടുകളോ കാര്യങ്ങളോ ചെയ്യേണ്ട. എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ഉപാസനമൂർത്തി മാറ്റി തന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകണം. ചില ഭക്തர்கள் പ്രത്യേകതരായിട്ട് ഉപാസനമൂർത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ചില ചിട്ടകളും കാര്യങ്ങളും, ഞാൻ വേറെ ക്ഷേത്രത്തിൽ പുതിനയ്ക്ക് ഉപാസനമൂർത്തി, അപ്പോൾ അങ്ങനെയുള്ള ഭക്തജനങ്ങൾ ഉപാസനമൂർത്തിക്ക് പ്രാധാന്യം കൊടുക്കുക. ഒപ്പം തന്നെ അല്ലാതെ സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്ന ഭക്തജനങ്ങൾ ചോറ്റാനിക്കരയിലോ കൊടുങ്ങല്ലൂരോ പോവുക. ഒപ്പം തന്നെ കർക്കിടക മാസത്തിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നാൽക്കാലി മൃഗത്തിൽ നിന്നോ തെരുവ് നായ്ക്കളിൽ നിന്നും വിഷഭയം ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ കർക്കിടക മാസം പൂച്ചയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭരണി നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുക. ചെറിയൊരു നഖം കൊള്ളുമ്പം അത് വലിയൊരു പ്രശ്നമാവും. അത് കൈയോടെ ഇഞ്ചക്ഷൻ എടുക്കുക, ഒന്നെങ്കിൽ മൃഗത്തിനൊക്കെ വാക്സിൻ എടുത്ത് വെക്കുക. അപ്പോൾ വിഷഭയം ഏൽക്കാനുള്ളൊരു മാസമാണ് കർക്കിടക മാസം. ആ ഒരു ദോഷങ്ങൾ അകന്നു പോകാൻ വേണ്ടി വീടിൻ്റെ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ എണ്ണ ഒഴിക്കുകയോ മണ്ണർശാലയിൽ പോവുക. അച്ഛൻ വഴി അമ്മ വഴിയുള്ള കാവുകളിൽ നാഗരാജാവോ നാഗശ്യമോ ഉണ്ടെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ വിഷദോഷത്തിൻ്റെ ദോഷങ്ങൾ കർക്കിടക മാസത്തിൽ നിന്നും വിട്ടുപോകുന്നതായിരിക്കും. നമ്മൾ വീടുകളിൽ പൂച്ചേനെയൊക്കെ എടുക്കുമ്പോൾ വളരെ
ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റോഡരികിൽ തെരുവുനായൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഭരണി നക്ഷത്രക്കാർ നിൽക്കാതിരിക്കുക. അവർക്ക് കടിയേക്കാനോ ഇല്ലെങ്കിൽ നായയുടെ ഒരു മാന്ത് കിട്ടാനോ വളരെ ഉള്ള ഒരു മാസമാണ് കർക്കിടക മാസം. ഒപ്പം തന്നെ ചിങ്ങമാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് പ്രണയങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കും. ആ ഒരു പ്രണയബന്ധം അതൊരു വിവാഹമായിട്ട് മാറും. ഒപ്പം തന്നെ ചിങ്ങമാസത്തിൽ ഭരണി നക്ഷത്രക്കാർ സന്തോഷിക്കും. അവരുടെ വിവാഹങ്ങൾ ശുഭകരമായിട്ട് നടക്കും. വിവാഹത്തിലെ ദോഷങ്ങളൊക്കെ മാറും. വിവാഹം നടക്കും. ചിങ്ങമാസത്തിൽ അവർക്ക് എല്ലാവിധ ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വരനെ കിട്ടും. അതിൻ്റെ ഒരു ദോഷങ്ങളോ കാര്യങ്ങളോ മാറാൻ വേണ്ടിയിരിക്കുന്ന പാർവതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ 2 വിവാഹമാല നേരത്തെ തന്നെ കൊടുത്തിട്ടേക്കുക. അപ്പം തന്നെ ചിങ്ങമാസം ആകാൻ വേണ്ടി കാത്തിരിക്കരുത്. ചിങ്ങമാസത്തിന് ഇപ്പുറം ഭരണി നക്ഷത്രക്കാർ, അതായത് സ്വയംവര പാർവതി മാത്രമായിട്ടിരിക്കുന്ന ക്ഷേത്രം ഉണ്ടാകും ശിവക്ഷേത്രത്തിൽ. അപ്പോൾ അവിടെ പാർവതി ദേവിക്ക് 2 വിവാഹമാല കൊടുക്കുക. ഒപ്പം തന്നെ പാർവതി ഇല്ലെങ്കിൽ വൈഷ്ണവ രൂപത്തിലുള്ള ദുർഗാദേവിക്ക് കൊടുത്താലും മതി വിവാഹമാല. ഒപ്പം തന്നെ ചിങ്ങം കഴിഞ്ഞ് കന്നിമാസത്തിൽ ഭരണി നക്ഷത്രക്കാർ ഇച്ചിരി ചീത്തപ്പേര് കേൾക്കും. അതായത് നമ്മൾ എത്ര നല്ല കാര്യങ്ങളും കൂട്ടുകാർക്കോ ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർക്കോ ഇങ്ങനെ നമുക്ക് ഒരു ചീത്ത കണ്ട അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനത് കേട്ടത്. നമ്മൾ കഴിവതും കന്നിമാസത്തിൽ പറയുന്ന പോലെ ഭരണി നക്ഷത്രക്കാർക്ക് ആർക്കും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഒരു നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞു ഇനി അവനൊന്ന് പൈസ ഒന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. പക്ഷേ നമ്മളത് നല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ച് പൈസ ചെയ്ത് കൊടുക്കുമ്പം അവർ ചിലപ്പോൾ വേറെ വായിക്കാനിച്ച് പേരുണ്ടാക്കും. അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ കന്നിമാസം ആകുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ കുറയ്ക്കുക. ചീത്തപ്പേര് കേൾക്കാൻ വഴിയുണ്ട്. ഭരണി നക്ഷത്രക്കാർ പ്രത്യേകം ആ ഒരു കാര്യം ശ്രദ്ധിച്ച് വേണം കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ. കന്നിമാസം നിങ്ങൾക്ക് വളരെ ഡേഞ്ചറാണ്. ഒപ്പം തന്നെ കന്നിമാസത്തിലെ ദോഷങ്ങൾ മാറാൻ വേണ്ടി സുബ്രഹ്മണ്യ പ്രീതി അത്യാവശ്യമാണ്. അപ്പോൾ സുബ്രഹ്മണ്യൻ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് കരിക്കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ഈ ഒരു ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. ഒപ്പം തന്നെ സ്ത്രീകളായിട്ട് ഉള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ വളരെ കന്നിമാസത്തിൽ ശ്രദ്ധിക്കുക. നമുക്ക് അവരിൽ നിന്ന് ഒരു അപഖ്യാതി കേൾക്കാൻ ഇടയുണ്ട്. അപ്പോൾ കന്നിമാസത്തിൽ ഭരണി നക്ഷത്രക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ തുലാമാസത്തിൽ ഇച്ചിരി കഷ്ടകാലം തന്നെയാണ് ഭരണി നക്ഷത്ര. തുലാമാസത്തിൽ നമ്മൾ ബൈക്കിൽ പോകുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ചുമ്മാ നിൽക്കുമ്പോൾ നമ്മൾ വീഴാനൊരു ചാൻസ് ഉണ്ട്. അപകടം എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ വലിയ അപകടങ്ങളല്ല. ഇപ്പം നമ്മളൊന്ന് കറിക്കരിയുമ്പോൾ നമ്മുടെ കൈ മുറിയുക, പിന്നെ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുക ചുമ്മാ ഒന്ന് വീഴുക, ഇനി നമ്മൾ കസേര ഇരിക്കുമ്പോൾ കസേര ഒടിഞ്ഞു വീഴുക, അങ്ങനെ ചെറിയ ചെറിയ അപകടങ്ങൾ വരാൻ ഇടയുള്ളതുകൊണ്ട് തുലാമാസത്തിൽ ഭരണി നക്ഷത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു ദോഷങ്ങൾ തുലാമാസത്തിൽ നമ്മൾ മറികടക്കാൻ വേണ്ടി നമ്മൾ ആരെ പ്രീതിപ്പെടും? നമ്മൾ മഹാദേവനെ, അതായത് മഹാദേവ ക്ഷേത്രത്തിൽ പോയി നമ്മൾ രുദ്രാഭിഷേകം എന്ന് പറഞ്ഞൊരു അഭിഷേകമുണ്ട്. ഈ രുദ്രാഭിഷേകങ്ങൾ നമ്മൾ മഹാദേവന് ചെയ്യുമ്പോൾ ഭരണി നക്ഷത്രത്തിലെ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ വരുന്ന ചെറിയ ചെറിയ അപകടങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മൾ മാറിപ്പോകുന്നതാണ്. ഇപ്പം നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ബൈക്കിൽ നിന്ന് വീഴും. നമ്മൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോഴല്ല ദോഷത്തിൻ്റെ കാഠിന്യം. ഇപ്പോൾ ചുമ്മാ ഒന്നിരുന്ന് നമ്മളിപ്പോൾ ബൈക്ക് പോകുമ്പോൾ ചുമ്മാ ചാരിയിരിക്കും ബൈക്കായിട്ട് വീണ്. അപ്പോൾ ചെറിയൊരു പൊട്ടലായിരിക്കും, പക്ഷെ അത് വലിയൊരു ഇതല്ലേ. അപ്പോൾ ആ ദോഷം മാറാൻ വേണ്ടിയാണ് മഹാദേവ ക്ഷേത്രത്തിൽ പെട്ട് രുദ്രാഭിഷേകം നടത്തുന്നത്. ആരും ഈ ഒരു തുലാമാസത്തിലെ കാര്യങ്ങൾ കേട്ടിട്ട് പേടിക്കേണ്ട. ജ്യോതിഷത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ആ ചിലവർക്ക് അത് സംഭവിക്കാം, ചിലവർക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാറിപ്പോകും. അപ്പോൾ എന്തിനും നമ്മൾ പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി നമുക്ക് തീർച്ചയായിട്ടും അതിനെ അടിച്ചു കളയുന്നതാണ്. ഒപ്പം തന്നെ വൃശ്ചിക മാസത്തിൽ നമുക്ക് 4 ദിക്കിൽ നിന്ന് പൈസ കിട്ടും. അതായത് നമ്മൾ മുമ്പ് പൈസകളൊക്കെ ചോദിച്ചിട്ടില്ല, പല ആൾക്കാരിൽ നിന്ന് കടം ചോദിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ തരാം നമുക്ക് സാമ്പത്തികത്തിൻ്റെ ഒരു വർധനവ് വൃശ്ചിക മാസത്തിൽ ഭരണി നക്ഷത്രക്കാരെ കൊണ്ട്. ഒപ്പം തന്നെ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് പുതിയ ജോലിയിലേക്ക് കയറാനുള്ള ഓഫറുകൾ ഉണ്ടാകും. പുതിയ തൊഴിൽ അവസരങ്ങൾ കിട്ടും. 4 ദിക്കിൽ നിന്ന് സാമ്പത്തികം തേടി വരാനുള്ളൊരു മാർഗം തുറന്നു കിട്ടും ഭരണി നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസത്തിൽ. ഒപ്പം തന്നെ ആ ഒരു കാര്യങ്ങൾ സ്പീഡപ്പ് ആകാൻ വേണ്ടി ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ മുക്കുറ്റി കൊണ്ട് ഗണപതി ഭഗവാൻ അർച്ചന ചെയ്യുമ്പോൾ കാര്യങ്ങൾ സ്പീഡപ്പ് ആകും, സാമ്പത്തികത്തിൻ്റെ തടസ്സം മാറി കിട്ടും. ഒപ്പം തന്നെ ധനുമാസത്തിൽ ഭരണി നക്ഷത്രക്കാർ നിലവിൽ വാഹനം ഉണ്ടെങ്കിലും വാഹനങ്ങൾ പുതിയത് മേടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ശത്രുദോഷങ്ങൾ കുറയും. നല്ലൊരു മാസമാണ് ധനുമാസം. ഒപ്പം തന്നെ വാഹനങ്ങൾ മേടിക്കാനുള്ള സൗഭാഗ്യങ്ങൾ അവർക്കുണ്ടാകും. ഒപ്പം തന്നെ പരിഹാസിച്ചവരും കളിയാക്കുന്നതിന് മുമ്പിൽ നമുക്ക് ഗമയ്ക്ക് നമ്മുടെ വാഹനത്തിൽ നമുക്ക് നടക്കാം. ഒപ്പം തന്നെ അവർക്ക് കാറുകൾ മേടിക്കാനുള്ള അവസരം ഉണ്ടാകും. സാമ്പത്തികം വന്നു ചേരും.
അപ്പോൾ ധനുമാസം ഭരണി നക്ഷത്രക്കാർക്ക് നല്ലതാണ്. കാര്യങ്ങൾ സ്പീഡപ്പ് ആകാൻ വേണ്ടി മഹാലക്ഷ്മിയോ ഇല്ലെങ്കിൽ ഭദ്രകാളി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഒടയാടയും ചാർത്തുമാലയും കൊടുത്ത് ഒന്ന് തൊഴുതാൽ മതി. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും. അപ്പോൾ ധനുമാസം ഭരണി നക്ഷത്രക്കാർക്ക് നല്ലതാണ്. ഒപ്പം തന്നെ മകരമാസത്തിൽ ഭരണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ള സ്ഥലങ്ങൾ, അതായത് നിലവിൽ സ്ഥലങ്ങളുള്ള ഭരണി നക്ഷത്രക്കാർ മകരമാസം ആകുമ്പോഴത്തേക്ക് ചെറിയ പൈസയ്ക്ക് പോലും വിൽക്കരുത്. അത് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കും. അതുകൊണ്ട് മകരമാസം വളരെയധികം ശ്രദ്ധിക്കണം. നിലവിലുള്ള സ്ഥലങ്ങൾ വിൽക്കാൻ പോകരുത്. നിലവിലുള്ള ഒരു നല്ല ബിസിനസ്സുകളും കാര്യങ്ങളൊന്നും മകരമാസത്തിൽ ആരംഭിക്കരുത്. അപ്പം തന്നെ ഇപ്പം നമുക്ക് ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട് ഭരണി നക്ഷത്രക്കാർക്ക്. എന്നാൽ വേറൊരു പുള്ളി പറഞ്ഞ് എന്നാൽ ആ സ്ഥലം വിറ്റേക്കാം. അത് കിടന്നിട്ട് അങ്ങനെ വിറ്റാൽ നമുക്കത് പ്രശ്നങ്ങളുണ്ടാകും, നമുക്ക് നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പം സ്ഥലങ്ങളൊന്നും വിൽക്കേണ്ട വരരുത്. ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധികൾ വന്നാൽ നമ്മുടെ കയ്യിലുള്ള സ്ഥലങ്ങൾ വിറ്റ് പോകരുത്. ഒപ്പം തന്നെ ആ ഒരു പ്രതിസന്ധി തടസ്സങ്ങൾ മാറാൻ വേണ്ടി നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് നവഗ്രഹ പൂജയോ നവഗ്രഹ അർച്ചന ചെയ്യുമ്പം അതിനും പരിഹാരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഒപ്പം തന്നെ കുംഭമാസത്തിൽ വഴി പ്രശ്നങ്ങളും തർക്കങ്ങളും സ്ഥലസംബന്ധമായിട്ടുള്ള വിഷയങ്ങളും കുടുംബ വഴക്കുകളൊക്കെ ഉള്ള ചാൻസ് ആണ്. അപ്പം കുംഭമാസം വളരെ ശ്രദ്ധിക്കുക. ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി ഭരണി നക്ഷത്രക്കാർ എന്ത് ചെയ്യണം? കുടുംബദേവത, അതായത് അച്ഛൻ വഴിയും അമ്മ വഴിയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഉപാസനാമൂർത്തികളൊന്ന് പ്രീതിപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ദോഷത്തിനും പരിഹാരം കിട്ടുന്നതാണ്. ഒപ്പം തന്നെ മീനമാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും വന്നു ചേരുന്നതാണ്. സന്താനങ്ങൾ നല്ല നിലയിലെത്താനുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ സന്തതികൾക്ക് ഉയർന്ന തരത്തിലുള്ള ജോലി നമുക്ക് അഭിമാനിക്കുക. അതായത് എൻ്റെ മോന് സർക്കാർ ജോലി കിട്ടി, അല്ലെങ്കിൽ എൻ്റെ മോൻ ഇന്ന സിനിമയിലാണ്, എൻ്റെ മോൻ അല്ലെങ്കിൽ ബിഗ് ബോക്സിൽ കയറി, ഐഡി സ്റ്റാർ സിംഗറിൽ കയറി, അങ്ങനെ കുറേ റിയാലിറ്റി ഷോകളിൽ മക്കളെ തേടിയെത്തും. ഒപ്പം തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് മീനമാസം നിങ്ങൾ ഉദ്ദേശിക്കാത്ത തപോവൃത്തിയായ ആൾക്കാർ, അതായത് ഉദ്ദേശിക്കുന്നത് മന്ത്രതന്ത്ര മന്ത്രിമാർ എന്നുള്ള ആൾക്കാരെ നിങ്ങൾ നേരിട്ട് കണ്ടെത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഒപ്പം തന്നെ മീനമാസത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ക്ഷേത്രങ്ങളിൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ലാഭങ്ങൾ കൂടും. പുതിയ നല്ല നല്ല കൂട്ടുകാരുകളെ കിട്ടും. ഒപ്പം തന്നെ എല്ലാ ക്ഷേത്രത്തിലും പോകാനുള്ള ഒരു അവസരം കിട്ടും. ഒപ്പം തന്നെ ശത്രുദോഷങ്ങൾ നീങ്ങും. നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു മാസവും കൂടെയാണ് മീനമാസം. ഒപ്പം തന്നെ ശത്രുദോഷങ്ങളില്ല, പ്രശ്നങ്ങളില്ല, ദുരിതങ്ങളില്ല. നമുക്ക് പുതിയ വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യങ്ങൾ, പിള്ളേരെ കൊണ്ടൊക്കെ ടൂറ് പോകാനുള്ള, നമുക്ക് 10 പേരുടെ മുമ്പിൽ എനിക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യങ്ങൾ ഭരണി നക്ഷത്രക്കാർക്കുണ്ട് മീനമാസത്തിൽ. അപ്പം ഈ ഒരു കാര്യങ്ങൾ തടസ്സം കൂടാതെ നമുക്ക് പോകണമെങ്കിൽ ഭുവനേശ്വരി സങ്കല്പത്തിലോ ദുർഗാ സങ്കല്പത്തിലോ അശ്വാരൂഢ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വിഷുഫലം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വിഷുഫലത്തിൻ്റെ കാര്യങ്ങൾ ചില ഭക്തങ്ങൾ പറയും, ഞാൻ എത്ര ഫലങ്ങളും കണ്ടിട്ടും ഈ പറയുന്ന തിരുമേനിമാർ പറയുന്ന പോലെ എൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതിനുള്ള കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ നമ്മൾ പോകാതിരിക്കരുത്. അവിടെ കൊണ്ട് എണ്ണ കൊടുക്കണം. അവിടെ രക്ഷസ് ഉണ്ടെങ്കിൽ രക്ഷസിന് പാൽപ്പായസം കഴിക്കണം. നമ്മുടെ കുടുംബത്ത് അച്ഛൻ വഴിയും അമ്മ വഴിയും കാവുകളോ ക്ഷേത്രമോ ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴുത് നമ്മൾ എണ്ണ ഒഴിക്കുക. നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയത്തില്ല. അത് വേറൊരു സത്യം. പിന്നെ അടുത്ത് കാവുകളിൽ പോകാതെ മണ്ണർശാലയിലോ സർപ്പക്ഷേത്രങ്ങളിലോ വഴിപാട് കഴിച്ചിട്ടും പ്രയോജനം ഉണ്ടാകത്തില്ല. ദേശദേവതയെ പ്രീതിപ്പെടുത്താതെ ദൂരക്ഷേത്രങ്ങളിൽ പോയിട്ട് കാര്യമില്ല. അച്ഛൻ വഴിയും അമ്മ വഴിയും ക്ഷേത്രമുണ്ടോ അവിടെ നമ്മൾ പോയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗങ്ങളും ഇത് ഉണ്ടാകത്തുള്ളൂ. അതൊന്നും ചെയ്യാതെ ഈ പറയുന്ന വഴിപാടുകളൊന്നും ചെയ്യുന്ന യാതൊരു ഫലമില്ലോ. ഒപ്പം തന്നെ രോഗം വന്ന ആശുപത്രിയിൽ പോയി കാണിക്കുക, ഡോക്ടറെ കാണിക്കുക, മരുന്ന് മേടിക്കുക. ഒപ്പമുള്ള സഹജീവികളെയും എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുക. നമുക്ക് മുതിർന്നവരെ ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കുക. ഒപ്പം തന്നെ ഭരണി നക്ഷത്രക്കാർ അച്ഛനെയും അമ്മയുണ്ടെങ്കിൽ അവരെയും ബഹുമാനിക്കുക. എല്ലാവരെയും ഈശ്വരൻ്റെ മക്കളെന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. വെറുതെ ഇരിക്കുന്ന നെഗറ്റീവ് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഓം നമഃ ശിവായ ജപിച്ച് പഞ്ചാക്ഷരി ജപിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ സാധ്യമാക്കി എടുക്കുക. അപ്പം ഭരണി നക്ഷത്രക്കാർക്ക് 2024 വിഷുഫലം നല്ലതാണ്. അപ്പോൾ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. നമ്മൾ ഏത് ഈശ്വരനാണ് വിശ്വസിക്കുന്നത് ആ ഈശ്വര എൻ്റെ ദോഷങ്ങൾ വിഷുഫലം എനിക്ക് നല്ലതായിരിക്കണം. എന്ത് ദോഷം ഉണ്ടെങ്കിലും എൻ്റെ ഈശ്വരൻ എനിക്ക് മാറ്റിത്തരും. ഒപ്പം തന്നെ നമ്മൾ കർമ്മം ചെയ്ത് നമ്മൾ ഈ ഒരു പരീക്ഷണ ഘട്ടത്തിൽ നമ്മൾ അതിജീവിക്കുന്നതാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.